നമ്മളിന്നിവിടെ പരിശോധിക്കാൻ താല്പര്യപ്പെടുന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിലെ ജയാപജയ സാധ്യതകളാണ്. അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ UDFന് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. മണ്ഡല പുനർവിഭജനത്തിന് മുമ്പ് തന്നെ അത് UDFന് മേൽക്കോയ്മയുള്ളൊരു മണ്ഡലമായിരുന്നു. ഇടതുപക്ഷ തരംഗങ്ങളിൽ പോലും പലപ്പോഴും അമ്പലപ്പുഴ UDFനൊപ്പമാണ് ഉറച്ചു നിന്നുള്ളത്. പ്രത്യേകിച്ച് ധീവരസഭയുടെ നിലപാട് UDFന് ഗുണകരമായതുകൊണ്ട് അവിടെ ധീവരസഭയുടെ ദിനകരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളുമാണ് ജയിക്കാറുള്ളത്. ധീവരസഭ ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ ആ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം പോകും. ധീവര സമുദായക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ് അമ്പലപ്പുഴ മണ്ഡലം, പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ. ആ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം അതിൻ്റെ UDF സ്വഭാവം വർദ്ധിച്ചു. കാരണം എന്താ വെച്ചാൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ പകുതി ഭാഗങ്ങൾ 50 ഡിവിഷനാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ 25 ഡിവിഷൻ ആലപ്പുഴ മണ്ഡലത്തിൽ നിലനിർത്തുകയും അതിനെ പഴയ മാരാരിക്കുളം മണ്ഡലത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ മാരാരിക്കുളമായിരുന്ന പ്രദേശത്തിൻ്റെ ആലപ്പുഴ കൂടി ചേർന്നപ്പോൾ അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം പണ്ടത്തേക്കാൾ വർദ്ധിച്ചു. പഴയ ആലപ്പുഴ കുറേം കൂടി UDFന് പിടിക്കാവുന്ന മണ്ഡലമായിരുന്നു. ഈ പുതിയ ആലപ്പുഴ LDFൻ്റെ ഒരു കോട്ടയായിട്ട് മാറി. മറിച്ച് അമ്പലപ്പുഴ ബാക്കിയുള്ള 50 ഡിവിഷനും അമ്പലപ്പുഴയുടെ ചില ഭാഗങ്ങളും കൂടി ചേർത്ത് അതിനെ വലിയൊരു UDF കോട്ടയാക്കി മാറ്റി. LDFന് പ്രാമുഖ്യം ഉണ്ടായിരുന്ന ചില പഞ്ചായത്തുകൾ കുട്ടനാട് മണ്ഡലത്തിലേക്കും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ അമ്പലപ്പുഴ എന്ന് പറയുന്നത് UDFൻ്റെ ഒരു കോട്ടയാണ്. പിന്നെ അവിടെ എങ്ങനെ സുധാകരൻ ജയിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആ രീതിയിൽ സ്വാധീനം ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തന സമ്പ്രദായവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചകളൊക്കെ ഇദ്ദേഹത്തിന് ഗുണകരമായി എന്നുള്ളതുകൊണ്ടുമാണ്. അങ്ങനെ ഏതാണ്ട് നമ്മുടെ VD സതീശൻ പറവൂര് ജയിക്കുന്ന പോലെ അല്ലെങ്കിൽ K ബാബു സ്ഥിരമായിട്ട് തൃപ്പൂണിത്തുറയിൽ ജയിച്ചിരുന്ന പോലെയാണ് സുധാകരൻ ഈ UDF കോട്ടയായിട്ട് മാറിയ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. അമ്പലപ്പുഴയിൽ ശക്തനായ ഒരു എതിരാളി വന്നിരുന്നെങ്കിൽ സുധാകരൻ ഒരുപക്ഷെ വെള്ളം കുടിച്ചാണ്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ജയിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മാറിയതിന് ശേഷം അഥവാ അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം ആ സീറ്റിൽ കഴിഞ്ഞ തവണ H സലാമാണ് മത്സരിച്ചത്. സലാം സുധാകരന് കിട്ടിയ അത്ര ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിലും ജയിച്ചു. അതാണ് പിന്നീട് വലിയ വിവാദത്തിലേക്കും അപവാദത്തിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ പോയതും അവസാനം സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നതിലേക്കും പാർട്ടിക്കെതിരെ മത്സരിക്കുന്നതിലേക്കും വഴിതെളിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ രണ്ട് മുന്നണികളും അവിടെ വിജയം അവകാശപ്പെടുന്നുണ്ട്. സുധാകരൻ്റെ കണക്ക് പ്രകാരം അദ്ദേഹം വിജയിക്കും. സലാമിൻ്റെ കണക്ക് പ്രകാരം കുറച്ച് ബുദ്ധിമുട്ടും എങ്കിൽ പോലും അദ്ദേഹം ജയിക്കും. അദ്ദേഹം ഫേസ്ബുക്കിൽ അതിൻ്റെ കണക്ക് കിട്ടും. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്ര വോട്ടിൻ്റെ വ്യത്യാസം വരും, ഇന്ന വോട്ടുകൾ കൂടി എനിക്ക് കിട്ടും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജയിക്കും എന്നുള്ളത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കൂടി വീണ്ടും കണക്ക് പരിശോധിച്ചു. അവരും ഈ സുധാകരൻ്റെ ഭീഷണിയെ കുറച്ച് കാണാൻ തയ്യാറില്ല. എങ്കിലും അമ്പലപ്പുഴയിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാവും. അമ്പലപ്പുഴയിൽ ഏതാണ്ട് 1/3 ഭാഗത്തുള്ള 30% മുസ്ലിം വോട്ടർമാരുണ്ട്. പഴയ ആലപ്പുഴ മണ്ഡലത്തിലുണ്ട്, പഴയ അമ്പലപ്പുഴ മണ്ഡലത്തിലുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വലിയൊരു മേൽക്കൈ കിട്ടും. അത് ഗണ്യമായ രീതിയിൽ കോൺഗ്രസും ശേഷം മുസ്ലിം ലീഗുമാണ്. എങ്കിലും ഈ SDPI എന്ന് പറഞ്ഞ സംഘടനക്കാർക്ക് അവിടെ നല്ല സ്വാധീനമുണ്ട്. പോരാത്തതിന് PDP, ഇത് രണ്ടും ഇത്തവണ സലാമിന് പിന്തുണയാണ്, LDFന് പിന്തുണയാണ്. അപ്പോൾ ആ വോട്ടും കൂടി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സമുദായ സ്നേഹികളായ ആളുകളുടെ വോട്ടും കൂടി കിട്ടുമ്പോൾ സലാം വിജയിക്കും, സുധാകരൻ തോൽക്കും എന്നാണ് അവരുടെ വിശ്വാസം അഥവാ അവരുടെ പ്രത്യാശ. അങ്ങനെ പ്രത്യാശിക്കാൻ മാർഗമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സുധാകരൻ ജയിക്കുക എന്ന് പറയുന്നത് കാരണഭൂതനും പാർട്ടിയുടെ മറ്റു നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് സജി ചെറിയാനും ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മരുമകൻ തോൽക്കുന്നതിനേക്കാൾ ദുഃഖകരമാണ് കാരണഭൂതനെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയിൽ നമ്മുടെ സുധാകരൻ ജയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സുധാകരനാണെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസ്സുകാരുടെ വോട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് കിട്ടും എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. നേരെ മറിച്ച് CPMൽ നിന്നും കുറേ വോട്ടുകൾ അവിടെ നിന്ന് കിട്ടും. പിന്നെ BJPക്കാരും അവിടെ സലാം ജയിക്കാതിരിക്കാൻ വേണ്ടി സുധാകരൻ ചെയ്യും എന്നാണ് സുധാകരനെ പിന്തുണയ്ക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. ഇതെന്തുമാത്രം പ്രാവർത്തികമാകും എന്നറിയില്ല. ഇനി സമുദായ സ്നേഹികൾ, ദീനി വിശ്വാസികൾ എത്ര പേര് ഈ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് സലാമിനെ പിന്തുണയ്ക്കും എന്നുള്ളതും വേറൊരു ചോദ്യമാണ്.
പിന്നെ സലാമിന് മൊത്തത്തിലൊരു നെഗറ്റീവ് ഇമേജ് വന്നതുകൊണ്ട് നിഷ്പക്ഷമതികളായ ആളുകൾ, അതുപോലെ തന്നെ BJPയിൽ തന്നെയുള്ള ഹാർഡ് കോർ BJP ഒഴിച്ചുള്ള ആളുകളും ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും, അവരുടെ വോട്ട് സുധാകരന് കിട്ടുമോ അതോ BJP സ്ഥാനാർത്ഥിക്ക് തന്നെ പോകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. മൊത്തത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കും. പോരാത്തതിന് UDF തരംഗമാണ്. സുധാകരൻ ജയിക്കുകയാണെങ്കിൽ ആ വിജയത്തിൻ്റെ ഒരു പ്രത്യാഘാതം തൊട്ടടുത്ത ആലപ്പുഴ മണ്ഡലത്തിലേക്കും അതിനപ്പുറത്ത് കുട്ടനാട് കായംകുളം മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിക്കും എന്നാണ്. ഹരിപ്പാട്ട് പിന്നെ രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ ഇങ്ങനെ സുധാകരൻ ജയിക്കുകയാണെങ്കിൽ അത് ആലപ്പുഴയിലെയും അതുപോലെ തന്നെ കുട്ടനാട്ടിലെയും കായംകുളത്തെയും കൂടി തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ സുധാകരൻ വിട്ടുപോയത് തീർച്ചയായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടും അതിനേക്കാളും ധാർമ്മികമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയാണ്. കാരണം ഇദ്ദേഹത്തെ പോലെ ഒട്ടും അഴിമതിക്കാരനല്ലാത്ത പരമയോഗ്യനായിട്ടുള്ളൊരു മനുഷ്യൻ പാർട്ടി വിട്ടു പോയാൽ പാർട്ടിക്കാർക്ക് അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇയാൾ പാർലമെൻ്ററി ദുർമോഹം കൊണ്ട് പോയതാണെന്നോ അധികാരഭ്രാന്ത് കൊണ്ട് പോയതാണോ എന്നൊന്നും പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ ശോഭിക്കുകയില്ല. കാരണം അമ്പലപ്പുഴക്കാർക്ക് സുധാകരനെ അറിയാം, സലാമിനെ അറിയാം. എന്തുകൊണ്ടാണ് പാർട്ടി സലാമിനെ പിന്തുണയ്ക്കുന്നത്, എന്തുകൊണ്ടാണ് സുധാകരനെ പോലൊരാൾക്ക് പാർട്ടിയിൽ നിന്ന് വിട്ടുകൊണ്ട് വന്നത് എന്നും അമ്പലപ്പുഴയിലെ ഒരു ശരാശരി വോട്ടർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തുന്നത് ശരിയായിരിക്കില്ല. എന്നാലും എൻ്റെ മനസ്സ് പറയുന്നത് സുധാകരൻ ജയിക്കും, ജയിച്ചു വരും എന്ന് തന്നെയാണ്.